പ്രധാനമന്ത്രിയുടെ 2 ദിവസത്തെ കേരള സന്ദർശനത്തിനാണ് തുടക്കമായിരിക്കുന്നത്. കൊച്ചിയിലെ റോഡ് ഷോയോടെയായിരുന്നു അതിന് തുടക്കം. നാളുകൾക്ക് മാത്രം മുൻപ് പ്രധാനമന്ത്രി ഒന്ന് വന്ന് പോയിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം എന്നൊരു സ്വകാര്യ ചടങ്ങുണ്ടെങ്കിലും റോഡ് ഷോ അടക്കം രാഷ്ട്രീയ പരിപാടികളാണ്. തൃശൂർ പിടിക്കലാണ് ആത്യന്തികമായ ലക്ഷ്യം. അടിക്കടിയുള്ള വരവിൽ റോഡ് ഷോയിൽ കേരളത്തിൽ ലോക്സഭാ സീറ്റെങ്കിലും എന്ന ലക്ഷ്യം സാധ്യമാകുമോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് എം ലിജി ചേരുന്നുണ്ട്, ശ്രീ ജെക്സി തോമസ് ഉണ്ട്, ശ്രീ സന്ദീപ് വാര്യർ എന്നിവരാണ് ചർച്ചയിൽ അതിഥികളായി ചേരുന്നത്. ശ്രീ ജയ്ക്കിലേക്ക് ആദ്യം പോകുന്നു. ശ്രീ ജയ്ക്ക്, നമുക്കറിയാം ഇക്കുറി അവിടെ എറണാകുളത്തെ റോഡ് ഷോ ഏതാണ്ട് പൂർത്തിയാവുകയാണ് എന്ന് പറഞ്ഞാൽ വലിയ ജനപങ്കാളിത്തം, വലിയ ബി ജെ പി പ്രവർത്തകർ പങ്കാളിത്തം ഉറപ്പിക്കാൻ ബി ജെ പിക്ക് ആ റോഡ് ഷോയിൽ കഴിയുന്നു. ജയ്ക്കിന് അറിയാം ഇക്കുറി എൻ ഡി എയുടെ മുദ്രാവാക്യം അല്ലെങ്കിൽ ബി ജെ പിയുടെ മുദ്രാവാക്യം തീസരി ബാർ മോദി സർക്കാർ ഇസ് ബാർ 400 പാർ എന്നാണ് മുദ്രാവാക്യം. എന്ന് പറഞ്ഞാൽ 400 സീറ്റിന് മുകളിലേക്ക് പിടിച്ചുകൊണ്ട് 3-ാം തവണയും മോദി സർക്കാർ അധികാരത്തിലേക്ക് വരിക. അപ്പോൾ നമുക്കറിയാം ഈ 400 സീറ്റ് പിടിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നോർത്തിൽ മാത്രം നടക്കുന്ന കാര്യമല്ല. കേരളമടക്കമുള്ള തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കിട്ടാവുന്ന പരമാവധി സീറ്റുകൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനുവേണ്ടി ഡെസ്പറേറ്റായി ജോലി എടുക്കുന്നുണ്ട് ബി ജെ പി. അതിൻ്റെ ഭാഗമായാണ് 2 ആഴ്ചക്കിടെ 2-ാം തവണ തൃശ്ശൂരിലേക്ക് നരേന്ദ്രമോദി എത്തുകയാണ്. റോഡ് ഷോ അടക്കമുള്ള പരിപാടികൾ ഫലം കാണുമോ ജയ്ക്ക്? അതിൽ ഞാനൊരു രാഷ്ട്രീയ വിലയിരുത്തൽ പുതുതായി നടത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല. കേരളത്തിലെ CPM-നോ ഇടതുപക്ഷത്തിനോ മാത്രമല്ല, മതനിരപേക്ഷ രാഷ്ട്രീയത്തിൽ ഊന്നി ചിന്തിക്കുന്ന കേരളത്തിലെ കോടാനുകൂടി വരുന്ന മനുഷ്യന്മാർക്ക് അതിൽ ഇപ്പോഴല്ല, ഇതേപോലെ 1000 തവണ വന്നാലും, ഈ ഒരു തവണ വന്നതുപോലെ ഇനി ഒരു 1000 തവണ ഇദ്ദേഹം എല്ലാ ജില്ലയിലും എല്ലാ പഞ്ചായത്തിലും വന്നാൽ പോലും കേരളം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയത്തെ ഒന്ന് പോറലേൽപ്പിക്കാൻ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സംഘത്തിനും കഴിയില്ല. എത്രയോ തവണ അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ അത് അതിശക്തമായി അപങ്കുര മനസ്യൂതം ഒരു തർക്കവുമില്ലാതെ കേരളത്തിലെ ജനത 1000 ആവർത്തി ഈ സന്ദർശനത്തിൻ്റെ മുമ്പിലും പറയും. പിന്നെ നല്ലതാണ്, കേരളത്തിന് മുമ്പിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന് സന്ദർശനമൊക്കെ നടത്തി മടങ്ങുമ്പോൾ കേരളം ഇന്നത്തെ ദിവസം, അദ്ദേഹം വന്ന ദിവസം നമ്മുടെ സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ഒടുവിലത്തെ വാർത്തയും വിവരവും പ്രസിദ്ധീകരിക്കപ്പെട്ട ദിവസമാണ്. ഈ ബെസ്റ്റ് പെർഫോമർ പട്ടികയിലേക്ക് 1-ാം സ്ഥാനത്തേക്ക് കേരളം ഇന്ന് വന്നിരിക്കുന്നു. ടോപ്പ് പെർഫോമർ ലിസ്റ്റിലായിരുന്നു കേരളം ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റമുള്ള 4 വർഷത്തിലധികമായി ടോപ്പ് പെർഫോമർ ആയിരുന്ന ഒരു സ്റ്റേറ്റ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായി ഇന്നു മാറി. അപ്പം നിരവധി മാനകങ്ങളിൽ ഇന്ത്യക്ക് മുമ്പിൽ വെളിച്ചമാകുന്നത് പോലെ, ഇന്ത്യക്ക് മുമ്പിൽ ഒരു ദിശാസൂചിക എന്നതുപോലെ നിൽക്കുന്ന കേരളത്തിലേക്ക് അദ്ദേഹം വരണം. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം വന്നതാണ്. കേരളത്തിലെ മാത്രം സർക്കാർ ഫണ്ടിൽ ചെലവഴിച്ച് നിർമ്മിച്ച ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇലക്ട്രിക് മുഖാന്തരമല്ലാതെ പ്രവർത്തിക്കുന്ന വാട്ടർ മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങിന് അദ്ദേഹം വന്നതാണ്. കേരളത്തിന്റെ അഭിമാനകരമായ പല പദ്ധതികളും അങ്ങ് മുമ്പ് അങ്ങയുടെ റിപ്പോർട്ടർ തൊട്ട് മുമ്പ് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. കേരളം ഉയർത്തുന്ന പ്രതിഷേധത്തെ സംബന്ധിച്ച് അങ്ങ് ആങ്കർ എന്ന നിലയിൽ, മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങ് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു രംഗമുണ്ടായിരിക്കുമല്ലോ. നമ്മളുടെ ബൈപ്പാസ് ഉദ്ഘാടനത്തിന് കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതേപോലെ വന്നിരുന്നു. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സാക്ഷി നിർത്തി അദ്ദേഹം പരസ്യമായി ഒരു പച്ചക്കള്ളം, ഒരു വസ്തുതാ വിരുദ്ധമായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. അത് യൂണിയൻ ഗവൺമെന്റിന്റെ പദ്ധതികൾ പലതും കേരളത്തിൽ നടപ്പാകുന്നില്ല എന്നുള്ളതായിരുന്നു. ആ പദ്ധതികൾ മുഴുവൻ പൂർത്തീകരിക്കപ്പെടുകയും നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിന് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നടക്കില്ല എന്ന് ഇന്ന് പുറകിൽ എന്റെയും ആഗ്രഹമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് വികസനം മാത്രമേ ചർച്ചയാകാവൂ എന്ന് നമ്മുടെയൊക്കെ ആഗ്രഹമാണ്, എന്റെയും വ്യക്തിപരമായ ആഗ്രഹമാണ്. പക്ഷേ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോൾ പ്രചരണം പോകുമ്പോൾ ഏത് രീതിയിലാണ് ആ പ്രചരണം പോവുക, ഏത് രീതിയിലാണ് അതിന് ഇമ്പാക്റ്റ് ഉണ്ടാവുക, നമുക്കെല്ലാം നമ്മൾ വളരെ പകൽ പോലെ പോയ തെരഞ്ഞെടുപ്പുകളൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ ജയിക്ക്. ഇപ്പോൾ ഇവിടെ സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ പോയി മാതാവിന് സ്വർണ്ണ കിരീടം വെക്കുന്നു. അവിടെ വളരെ നേരത്തെ തന്നെ അവിടെ പ്രചാരണം തുടങ്ങുന്നു. ഈ പറഞ്ഞ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിലുള്ള, എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വരവിൽ ഉണ്ടെന്ന് തോന്നുന്നു ക്രിസ്ത്യൻ സമുദായ നേതാക്കളുമായി കാണൽ. എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താം. അപ്പോൾ അങ്ങനെ വളരെ ഫ്രാൻറ്റിക്കായി ന്യൂനപക്ഷ സമുദായത്തിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള ശ്രമങ്ങൾ തൃശ്ശൂരിലടക്കം വളരെ സജീവമായി നടത്തുകയാണ്. അപ്പോൾ ഈ വികസനം മാത്രം പറയുന്നത് കൊണ്ട് കഥയുണ്ടാവും അവിടെ. അതിനെ പ്രതിരോധിക്കാൻ LDF-ന്റെ പക്കൽ എന്തുണ്ട് എന്നൊരു ചോദ്യം കൂടിയുണ്ട്, അല്ലെങ്കിൽ UDF-ന്റെ പക്കൽ എന്തുണ്ട് എന്ന ചോദ്യം കൂടി ഇല്ലേ ജയ്ക്ക്? തീർച്ചയായിട്ടും വികസനം മാത്രമല്ല, ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിൽ ഇദ്ദേഹം മുമ്പൊരു തവണ വന്നപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ സാക്ഷി നിർത്തി അദ്ദേഹം പറഞ്ഞ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം ഇന്ന് കേരളം പൂർത്തീകരിച്ച് ഇന്ത്യക്ക് മുമ്പിൽ അഭിമാനത്തോടുകൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. വികസന പദ്ധതികളിൽ കേരളം അസാധാരണമായ ട്രാക്ക് റെക്കോർഡ് തന്നെ ഇന്ത്യക്ക് മുമ്പിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങ് ചോദിച്ച ചോദ്യം അങ്ങേയറ്റം പ്രസക്തമാണ്. ആ ചോദ്യത്തിന് മറുപടിയും CPIM-ന്റെ ഒരു പ്രത്യേക അഭിപ്രായം എന്ന നിലയിൽ പറയാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അതിനുള്ള മറുപടി അങ്ങ് ക്രിസ്ത്യൻ സെല്ലുകളിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സംഘവും നടത്തുന്ന ഇടപെടലുകളെ കുറിച്ചാണല്ലോ അങ്ങയുടെ ചോദ്യം. ആ ചോദ്യത്തിന്റെ മറുപടി കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ, 1-2 ദിവസങ്ങൾക്ക് പുറകിൽ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ മുഖമാധ്യമം കൂടെയായിട്ടുള്ള ദീപികയിൽ
ആദരണീയരായ KCBCയുടെ വക്താവ്, കേരളത്തിലെ വക്താവ് അർത്ഥശങ്കകൾക്കിടയില്ലാത്തവണ്ണം എഴുതുന്നുണ്ട്. എത്ര BJP നേതാക്കന്മാർ എത്ര ആവർത്തി ഈസ്റ്ററിനും ക്രിസ്മസിനും അരമനകൾ സന്ദർശിച്ചാലും ദേവാലയങ്ങളിൽ എത്തിയാലും പുരോഹിതരെയും മഹാപുരോഹിതന്മാരെയും കണ്ട് കൈകൊടുത്താലും മായ്ക്കാൻ പറ്റാത്തത്ര മുറിവ് ഇപ്പോഴും സംഘപരിവാരം ഇന്ത്യയിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് മേൽ, മതനിരപേക്ഷവാദികൾക്ക് മേൽ, മതന്യൂനപക്ഷങ്ങൾക്ക് മേൽ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് 2 ദിവസങ്ങൾക്ക് പുറകിൽ എഴുതി. ഈ സന്ദർശനവും ഈ ഹസ്തദാനവും ഈ ഈസ്റ്റർ ക്രിസ്മസ് വാരാഘോഷത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക സുഖിപ്പിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം KCBCയുടെ വക്താവ് അർത്ഥശങ്കകൾക്കിടയില്ലാത്തവണ്ണം എഴുതി. ഞങ്ങളെ സംബന്ധിച്ച് ഓർഗനൈസർ പറയുന്നതെന്ത്, RSSന്റെ മുഖപ്രസിദ്ധീകരണമായി കേരളത്തിൽ പരിലസിക്കുന്ന കേസരി പറയുന്നതെന്ത്, കർണാടകയിൽ, ഛത്തീസ്ഗഡിൽ, റായ്പൂരിൽ, മധ്യപ്രദേശിലെ ജാബുവായിൽ, മണിപ്പൂരിൽ, കാങ്പോക്കിയിൽ, ചുരാചന്ദ്പൂരിൽ 100 കണക്കിന് വരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളിൽ ഓരോ ദിവസവും ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നു. അക്രമത്തിന് അത്രയും നേതൃത്വമാകുന്നത് ഇന്ത്യൻ സംഘപരിവാരവും ആ അക്രമം നടക്കുന്ന സ്ഥലത്തെ രാഷ്ട്രീയ സുരക്ഷിതത്വം അവർക്ക് ഉറപ്പുവരുത്തുന്നത് സംഘപരിവാർ നേതൃത്വം നൽകുന്ന സംസ്ഥാന ഗവൺമെന്റുകളുമാണ് എന്ന് പറഞ്ഞത് ഞങ്ങൾ മാത്രമല്ല, കേരളത്തിലെ കത്തോലിക്ക സഭയുടെ മുഖപത്രമാണ്, KCBCയുടെ കേരളത്തിലെ വക്താവാണ്. അവർ തള്ളിക്കളഞ്ഞു. ഈ ഹസ്തദാനം കൊണ്ട് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല, ഈ സന്ദർശനം കൊണ്ട് ഒരു മണ്ണാങ്കട്ടയും കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല, KCBCയുടെ അഭിപ്രായമാണ്. അതുകൊണ്ടാണല്ലോ ബൈബിളിൽ സുന്ദരമായ ഒരു വാഗ്മയ ചിത്രമുണ്ട്. ക്രിസ്തു ചാട്ടവാർ എടുത്തുകൊണ്ട് പള്ളിക്കുള്ളിലേക്ക് ചെല്ലുന്നത്. വട്ടിപ്പലിശക്കാരെയും കച്ചവടക്കാരെയും ചാട്ടവാറിനടിച്ച് ക്രിസ്തു പുറത്താക്കിയിട്ട് പറയുന്നുണ്ട്, ഇത് കച്ചവട കേന്ദ്രമല്ല, ഇതെന്റെ പിതാവിന്റെ ആരാധനാലയമാണെന്ന് പറയുന്നുണ്ട്. അതിന് സമാനമായ ഒരു രംഗം 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടില്ലേ? ഈ പറയുന്നത് പോലെ സ്വർണ്ണ കിരീടവും ഒരുക്കിക്കൊണ്ട് വന്നു. ക്രിസ്തു മത വിശ്വാസികളുടെ വിശ്വാസപ്രകാരം അവർ കന്യകമറിയം അല്ലെങ്കിൽ ദൈവമാതാവായി അവർ ആരാധിക്കുന്ന തിരുസ്വരൂപത്തിന് മുകളിൽ കൊണ്ട് വെക്കാൻ ശ്രമിക്കുകയും അത് താഴെ വീണ് തകർന്ന് തരിപ്പണമാകുകയും ചെയ്തത് നമ്മൾ കണ്ടില്ലേ? കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് അത് പ്രത്യേക വിഷയമായി അതാരും ചിത്രീകരിക്കുകയും വാർത്തയും സംവാദം ഉണ്ടാകുകയും ചെയ്തില്ല എങ്കിലും നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, മാധ്യമങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജനങ്ങളാകെ കാണുകയും ആവേശത്തോടുകൂടെ ആ ദൃശ്യങ്ങൾ പങ്കിടുകയും ചെയ്തില്ലേ? എങ്ങനെയാണ് ദൈവത്തിന് പോലും സുരേഷ് ഗോപിയോടും സംഘത്തോടും ഈ രാഷ്ട്രീയ ഉപജാപക സംഘത്തോടുമുള്ള പ്രതികരണം നടത്തുന്നത് എങ്ങനെയാണ് എന്ന് കേരളം ഒന്നടങ്കം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ? അതുകൊണ്ട് ഇവരുടെ ഈ പൊറാട്ട് നാടകങ്ങൾ കൊണ്ടൊന്നും കേരളത്തിന്റെ ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ലൂർദിലെ മാതാവിന്റെ തലയിൽ വെക്കുന്ന കിരീടം താഴെ വീഴുന്നു. അത് വിശ്വാസികളുടെ ആശങ്കയാണ്, ഇനി അത് മാതാവിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് താഴെ വീണതാണോ എന്നുള്ളത്. പക്ഷേ ജയിക്ക് അത് എടുത്തു പിടിക്കണോ? അത് വിശ്വാസികൾ പറയേണ്ടതല്ലേ? പോട്ടെ, അല്ല ജയിക്ക് വിശ്വാസിയാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അത് പോട്ടെ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഞാൻ ശ്രീ സന്ദീപ് പോകുന്നതിന് മുൻപ് ഇന്ന് K മുരളീധരൻ പറഞ്ഞ ഒരു ബൈറ്റ് ജസ്റ്റ് നിങ്ങൾക്ക്. എന്റെ വിശ്വാസം അല്ലല്ലോ നമ്മുടെ തർക്ക വിഷയം. ശരി, ഞാൻ ഇന്ന് K മുരളീധരൻ പറയാം. അദ്ദേഹം ഇവിടെ സ്ഥിരമായിട്ട് താമസിച്ചാലും ഒരാളെ പോലും കേരളത്തിൽ നിന്ന് ലഭിക്കാൻ പോകുന്നില്ല. അതിനുള്ള ഒരുപാട് നാടകങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഈ അയോധ്യ വിഷയം അവർ വോട്ട് കിട്ടാനുള്ള ഒരു തന്ത്രമായിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതേ തന്ത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് കേരളത്തിലും കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതൊന്നും കേരളത്തിൽ ചിലവാവില്ല, ഒരു ഇമ്പാക്റ്റും ഇല്ല. അദ്ദേഹം ധാരാളം ടാറ്റ കാണിച്ചു പോവും. ടാറ്റ ജനങ്ങൾ തിരിച്ച് അദ്ദേഹത്തിന് നൽകും, വോട്ട് ഞങ്ങൾക്ക് നൽകും. സന്ദീപ് അത്രേ ഉള്ളൂ. ടാറ്റ കൊടുക്കുന്നു, ടാറ്റ തിരിച്ച് വാങ്ങുന്നു എന്നുള്ളതേ ഉണ്ടാവുകയുള്ളൂ. ഇതിപ്പോൾ ഈ ബ്രാൻഡ് മോഡി ബ്രാൻഡ് എന്നുള്ളത് തെക്കേ ഇന്ത്യയിൽ എത്രത്തോളം വിറ്റുപോകുമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നേരിട്ട് ബോധ്യമുള്ള കാര്യം കർണാടകയിലാണ്. കർണാടകയിൽ നരേന്ദ്രമോദി ഇതിനേക്കാൾ വലിയ ജനാരവത്തിൽ, വലിയ ആൾക്കൂട്ടത്തിൽ നടത്തിയ 10-24 വലിയ ഭീകരമായ വലിയ ആൾക്കൂട്ടമുള്ള റോഡ് ഷോകൾ ഉണ്ടായി. നരേന്ദ്രമോദി റോഡ് ഷോ നടത്തിയ സ്ഥലങ്ങളിലൊക്കെ, അർബൻ മേഖലയിലൊക്കെ തോറ്റമ്പി നിങ്ങൾ. അപ്പോൾ ഈ ബ്രാൻഡ് മോഡി കർണാടകയിൽ പോലും വിൽക്കുന്നില്ല എന്നിരിക്കെ കേരളത്തിൽ മോഡി ബ്രാൻഡ് വിൽക്കും എന്ന വിശ്വാസം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സന്ദീപ് വാര്യർ? ഒന്ന്, ഞങ്ങൾക്ക് ജനാധിപത്യത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. ആ ജനാധിപത്യത്തിൽ ഉറച്ച വിശ്വാസം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ മാത്രം സ്ഥാനാർത്ഥിയെ നിർത്തുകയും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ മാത്രം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോവുകയും തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്നുള്ള സ്ഥലങ്ങളിൽ മാത്രം മുഖം കാണിക്കുകയും ചെയ്യുക എന്നുള്ളതല്ല. മറിച്ച് പഞ്ചായത്ത് മുതൽ പാർലമെന്റ് തലം വരെ ഇന്ത്യയുടെ ജനാധിപത്യ ക്രമത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ആ ജനാധിപത്യ സംവിധാനത്തിൽ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുക, അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തുക, അവിടെ മത്സരിക്കുക, ജനങ്ങളുടെ അംഗീകാരം നേടാൻ വേണ്ടി തുടർച്ചയായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ DNA ഉള്ളതാണ്, ഞങ്ങളുടെ രക്തത്തിലുള്ളതുകൊണ്ടാണ്. നോക്കൂ, ഈ ഏക പാർട്ടി കേന്ദ്രീകൃതമായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയം. നമുക്ക് ഓർമ്മയില്ലേ, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏകദേശം 77 വരെ അതൊരു ഏക പാർട്ടി കേന്ദ്രീകൃതമായിരുന്നു. കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പാർട്ടിക്കും രാജ്യത്ത് ഭരിക്കാൻ കഴിയില്ല എന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന സ്ഥലത്ത് 10-50 വർഷമായി ഒരേ പ്രവൃത്തി ചെയ്ത് കോൺഗ്രസിനെ താഴെ ഇറക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി ജനങ്ങൾക്കിടയിൽ നിരന്തരമായി പ്രവർത്തിച്ച് തോൽവികൾ ഏറ്റുവാങ്ങി ഒടുവിൽ ഞങ്ങൾ വിജയത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്.
ഇവിടെ CPM ആയിരുന്നില്ല ആ കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്നത്. AK ഗോപാലിനെ ഔദ്യോഗികമായിട്ടല്ലെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിൽ നെഹ്റു കണ്ടിരുന്നത്. ആ CPM എന്തുകൊണ്ട് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുന്ന ഫോഴ്സായി മാറാൻ കഴിഞ്ഞില്ല? ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രതിപക്ഷ ഫോഴ്സിന്റെ സ്ഥാനത്തേക്ക് എന്തുകൊണ്ട് CPM എത്താൻ കഴിഞ്ഞില്ല? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എത്താൻ കഴിഞ്ഞില്ല. CPM പിന്നീടാണ് ഉണ്ടാവുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എന്തുകൊണ്ട് എത്താൻ കഴിഞ്ഞില്ല? അപ്പൊ അവർക്ക് ജനാധിപത്യത്തിൽ പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ വിശ്വാസമില്ല. ജയിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം പ്രവർത്തിക്കുക, സ്ഥാനാർത്ഥികളെ നിർത്തുക. ഞാൻ ചോദിക്കട്ടെ, ജയിക്കിന്റെ പാർട്ടിയുടെ ആസ്ഥാനം എവിടെയാണ് ഉള്ളത്? ഡൽഹിയിലാണ് ഉള്ളത്. ഡൽഹിയിലെ ഗോൾ മാർക്കറ്റിലാണ് CPMന്റെ ആസ്ഥാനം ഉള്ളത്. ആ ഗോൾ മാർക്കറ്റിൽ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആ ഗോൾ മാർക്കറ്റിൽ നിങ്ങളുടെ നേതാക്കന്മാർക്ക് വോട്ട് ചെയ്യാനെങ്കിലും ആ വാർഡിലെങ്കിലും നിങ്ങൾ സ്ഥാനാർത്ഥി നിർത്താറുണ്ടോ? അവിടുത്തെ ലോക്സഭാ ഇലക്ഷനിൽ നിങ്ങൾ സ്ഥാനാർത്ഥി നിർത്താറുണ്ടോ? അവിടുത്തെ നിയമസഭാ ഇലക്ഷനിൽ നിങ്ങൾ സ്ഥാനാർത്ഥി നിർത്താറുണ്ടോ? CPM ഡൽഹിയിൽ മത്സരിക്കാറുണ്ടോ? ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, EMS ഡൽഹിയിൽ താമസിക്കുന്ന സമയത്ത്, അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വോട്ട് ഡൽഹിയിലാണ്. അപ്പൊ അവിടെ ആകെ മത്സരിക്കുന്നത് 2 സ്ഥാനാർത്ഥികളാണ്. ഒന്ന് കോൺഗ്രസിന്റേതാണ്, ഒന്ന് BJPയുടേതാണ്. അപ്പൊ വോട്ട് ചെയ്ത് പുറത്തുനിന്ന് EMSനോട് പത്രക്കാർ ചോദിച്ചു, താങ്കൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ, ഈ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ, വർഗീയതയെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്തു എന്ന്. ആർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വോട്ട് ചെയ്തത്? അപ്പൊ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ സ്ഥാനാർത്ഥി പോലും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഇവർക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ല, ഞങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ട്. ഇവരങ്ങോട്ട് പറയുകയാണ് കേരളം മാറില്ല എന്ന്. ഇപ്പൊ ജയിക്കിങ്ങനെ ആത്മവിശ്വാസത്തോടുകൂടി ഇപ്പൊ പറയുന്നത് എന്താണ്? കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സ് മാറ്റാൻ മോദി ഇനി 1000 തവണ വന്നാലും കഴിയില്ല എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഒരു 5 or 6 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ 2 സംസ്ഥാനം കൂടി ഉണ്ടായിരുന്നല്ലോ, ത്രിപുരയും ബംഗാളും. ഇപ്പൊ എന്തേ ത്രിപുരയും ബംഗാളിന്റെയും കാര്യം പറയാത്തത്? അവിടുത്തെ മതേതര മനസ്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞോ? ഇപ്പൊ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ 5000 പേരെ നിറച്ചു പറഞ്ഞ ആത്മവിശ്വാസം കൊള്ളുകയല്ലേ? 2019 0 സീറ്റ്, അതിനുമ്പത്തെ നിയമസഭാ ഇലക്ഷനിൽ 0 സീറ്റ്, വട്ടപൂജ്യമായി മാറിയില്ലേ 35 ഭരിച്ച സ്ഥലത്ത്? ത്രിപുരയിൽ നിങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങൾ 10-30 വർഷം ഭരിച്ച സ്ഥലത്ത് അവിടെ BJP അധികാരം പിടിച്ചെടുത്തില്ലേ? ഇന്ന് ആ 2 സ്ഥലത്തും നിങ്ങളുടെ കേഡർമാർ BJPക്കാരാണ്, നിങ്ങളുടെ പഴയ MLAമാർ BJPക്കാരാണ്. അവരെല്ലാവരും പിന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകളുടെ ആക്രമണത്തിന് രക്ഷ തേടി ഓടിയെത്തുന്നത് BJPയുടെയും RSSന്റെയും കാര്യാലയങ്ങളിലാണ്. ഇതൊന്നും ഞങ്ങൾ പറയുന്ന കാര്യങ്ങളല്ല, ഈ രാജ്യത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ജയിക്ക് ഈ ജനാധിപത്യത്തിന്റെ കാര്യത്തിൽ ജനങ്ങളുടെ കയ്യിലാണ് അന്തിമ വിധി എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു സ്ഥലത്തെയും പൂർണ്ണമായി തഴയരുത്. ഞങ്ങൾ ഇനി ഇവിടെ ജയിക്കില്ല എന്ന് കരുതി ആ പ്രദേശത്ത് ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാവാതിരിക്കുക എന്നുള്ള പരിപാടി ഞങ്ങൾക്കില്ല. ഒറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ജയിക്കില്ല തോൽക്കാൻ ശ്രമിച്ചുള്ള കളിയിൽ നിങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ 10-100 വർഷം കഴിയുമ്പോഴേക്കും കേരളത്തിൽ ഒരു സീറ്റ് കിട്ടാം എന്നുള്ള പ്രതീക്ഷയിലാണോ നരേന്ദ്രമോദി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഫ്രാന്റിക്കായി കേരളത്തിലേക്ക്? ഇപ്പോൾ വീണ്ടും വരികയാണ്, എനിക്ക് തിരുവനന്തപുരത്തേക്ക് അടുത്ത മാസം അപ്പോൾ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് പ്രധാനമന്ത്രി, ഒരുപാട് ജോലിയുള്ള ആൾ കേരളത്തിലേക്ക് പിന്നെയും വരുന്നത് ഏതോ കാലത്തൊരു സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണോ സന്ദീപ്? ഹാഷ്മി, ഈ ഒരു ചർച്ചയെ ഇങ്ങനെ സർക്കാസം അടിച്ച് ഈ ഒരു നിലവാരത്തിലേക്ക് തരം താഴ്ത്തരുത്. ഞാൻ സർക്കാസം അടിച്ചല്ല, താങ്കൾ പറഞ്ഞതാണ് ചർച്ച മുന്നോട്ട് പോകുന്ന സമയത്ത്. അല്ല സന്ദീപ്, താങ്കൾ ആലോചിച്ച് നോക്കൂ. താങ്കൾ പറഞ്ഞത് ഇപ്പോൾ ജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഇടത്തും ഞങ്ങൾ ഒന്ന് ജനാധിപത്യ പ്രക്രിയ എന്ന് പറയാൻ അർത്ഥം ഞാൻ സർക്കാസം പറഞ്ഞതാണോ? അതെ, ഞാൻ പറഞ്ഞത് എന്താ, ജയിക്കുമെന്ന് ഉറപ്പില്ലെങ്കിൽ പോലും ആ പ്രദേശത്തും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിരന്തരമായി ഏർപ്പെട്ട് ജനങ്ങളെ വിശ്വസിച്ച് ആ ജനങ്ങളെ വിശ്വാസം ആർജിച്ചെടുക്കാൻ വേണ്ടി ഞങ്ങൾ നിരന്തരമായി പ്രവർത്തനം നടത്തും. അത് ഞങ്ങൾ DNA-യുടെ ഭാഗമാണ്. അങ്ങനെ ഞങ്ങൾ ജയിച്ചു വന്നിട്ടുണ്ട്. അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ ജയിച്ച അങ്ങനെ തന്നെയാണ്. അതല്ലെങ്കിൽ ഈ CPM-നെ പോയി ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ത്രിപുരയിൽ ഇലക്ഷൻ നടന്നല്ലോ, CPM-ന്റെ ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ബംഗാൾ ഇലക്ഷൻ നടന്നല്ലോ, CPM-ന്റെ ഇന്ത്യയിലെ ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഈ 2 സ്ഥലത്തും ഈ മുഖ്യമന്ത്രി എന്താ പ്രചരണത്തിന് പോകാതിരുന്നത്? അവിടെ പോയി 10 വോട്ടെങ്കിൽ 10 വോട്ട് തന്റെ പാർട്ടിക്ക് വേണ്ടി സ്വരൂപിക്കാൻ എന്തുകൊണ്ട് പിണറായി വിജയൻ തയ്യാറായില്ല? അഖിലേന്ത്യാ തലത്തിലെ ഏറ്റവും മുതിർന്ന നേതാവല്ലേ പിണറായി വിജയൻ? എന്തേ പോകാതിരുന്നത്? അപ്പൊ ഇവർക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ഇവർക്ക് ഒരു എന്താ പറയുക, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടെറൈനിൽ പൊളിറ്റിക്കൽ പ്രവർത്തനം നടത്താൻ, രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള ആംബിയർ ഇല്ല CPM-കാർക്ക്. അവർക്ക് ഏറ്റവും കംഫർട്ട് സോണിലിരുന്ന് മാത്രം ഇത്തരത്തിലുള്ള വാചക കസരത്ത് നടത്താനും വാചകം അടിക്കാൻ മാത്രമേ CPM-നും കോൺഗ്രസിനും കഴിയും. ഒന്ന്, ഇനി ഒരു കാര്യം കൂടി പറയാം, അദ്ദേഹം എന്തിനു വരുന്നു? അദ്ദേഹം വെറും രാഷ്ട്രീയ പരിപാടിക്കാണ് വരുന്നത്. നാളെ കേരളത്തിന് വേണ്ടി 4000 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രിയും ആ ചടങ്ങിലുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോയിട്ടുണ്ടല്ലോ. നാളെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള 4000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി മോദി നിർവഹിക്കാൻ പോകുന്നത്. അദ്ദേഹം വെറുതെ വരുന്നല്ലോ. അദ്ദേഹം വരുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്തിന് ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇതൊക്കെ തിരിച്ചറിയാതെ മോദി ഇങ്ങനെ വെറുതെ വന്ന് ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ അറിയാത്തൊരു മോദി. ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന്റെ കാര്യവും തല്ലും തലോടും ഒരുമിച്ച് പോകില്ല. ദീപികയിൽ ഫാദർ ജേക്കബ് ജി പാലക്കാവിലെ KCBCയുടെ ഔദ്യോഗിക വക്താവ് എഴുതുന്ന കാര്യത്തിൽ അടുത്ത റൗണ്ടിൽ താങ്കൾ മറുപടി പറഞ്ഞ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സന്ദീപ് ഞാൻ സന്ദീപിൽ ഉറപ്പായി എത്താം. അടുക്കൽ എം ലിജു, ഇവിടെ സന്ദീപ് വാര്യർ പറയുന്നതിൽ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ, അവരിപ്പോൾ സന്ദീപ്
ഉള്ളിലുള്ള ഒരു തോന്നലങ്ങ് പറഞ്ഞതാണെങ്കിലും അവർ ഇപ്പോൾ പെട്ടെന്ന് ജയിക്കും എന്നില്ല എന്നെങ്കിൽ കൂടിയും അവർ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അവർക്ക് കിട്ടാവുന്ന എല്ലാ സോഴ്സുകളും വിഭവങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ നിരന്തരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അടുത്താണ്. ഇപ്പോൾ സന്ദീപ് വാര്യർ പറയുന്നത് പോലെ പെട്ടെന്ന് കേരളത്തിനോട് സ്നേഹമൂത്ത് വികസന പദ്ധതികൾ പ്രഖ്യാപിക്കാൻ വരുന്നതല്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയ പ്രവർത്തനമാണ്. അവർ ഇഞ്ച് ബൈ ഇഞ്ചായി വലിയ ഒരു പ്ലാനിൽ ഇപ്പോൾ രാമനാഥപുരത്ത് നരേന്ദ്രമോദി മത്സരിക്കുമെന്ന് കേൾക്കുന്നുണ്ട്. തൃശ്ശൂരിൽ ഇന്നിപ്പോൾ ടി എൻ പ്രതാപൻ പറയുന്നുണ്ട് നരേന്ദ്രമോദി മത്സരിക്കാൻ വെല്ലുവിളിക്കുകയാണെന്ന് പറയുന്നു. ചിലപ്പോൾ നരേന്ദ്രമോദി തൃശ്ശൂരിൽ പോലും മത്സരിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നൊരു വർത്തമാനം ഇങ്ങനെ കേൾക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ. ലിജു, അപ്പോൾ അതിനെ കുറച്ച് കാണണോ? ഞങ്ങളൊരിക്കലും കുറച്ച് കാണാൻ തയ്യാറല്ലല്ലോ. അതുകൊണ്ടാണ് വളരെ കൃത്യമായ രാഷ്ട്രീയം, നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തോട് കൃത്യമായൊരു രാഷ്ട്രീയം ഇന്ത്യയിലാകുവാനും കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തെ ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ BJP ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തെ, മുസ്ലിം ന്യൂനപക്ഷത്തെ ഒറ്റപ്പെടുത്തുകയും അതേസമയത്ത് തന്നെ ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ നടത്തുന്ന ശ്രമം ഇന്ത്യയിലെ BJPയുടെ ഒരു പ്രഖ്യാപിത പ്രോഗ്രാമാണ്. ഞങ്ങളുടെ ഭാരത് ജോഡോ യാത്ര, രണ്ടാം ഭാരത് ജോഡോ യാത്ര, ന്യായ യാത്ര ആരംഭിച്ചത് മണിപ്പൂരിൽ നിന്നാണ്. അപ്പോൾ അതിനകത്തൊരു മെസ്സേജുണ്ട്. എന്തായിരുന്നു മണിപ്പൂരിനോട് BJP സർക്കാർ ചെയ്തത്? എന്തായിരുന്നു മണിപ്പൂരിനോട് നരേന്ദ്രമോദി ചെയ്തത്? ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരുന്ന അതിക്രമങ്ങളെ അടിച്ചമർത്താൻ യാതൊരു നടപടിയും സ്വീകരിക്കാതെ, രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോലും തയ്യാറാകാതെ, മണിപ്പൂരിലെ BJP ഗവൺമെൻറ് നിഷ്ക്രിയത്വത്തെക്കുറിച്ചൊരു വാക്കുപോലും പറയാൻ ശ്രമിക്കാതെ നിന്ന ആളായിരുന്നു ശ്രീ നരേന്ദ്രമോദി. അപ്പോൾ അതിക്രമത്തെ അദ്ദേഹം തൻ്റെ മൗനം കൊണ്ട് സാധൂകരിക്കുകയും മൗനം കൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ഞങ്ങളുടെ ന്യായയാത്രയുടെ പ്രചരണം തുടങ്ങിയത് മണിപ്പൂരിൽ നിന്നാണ്. അപ്പോൾ അതൊരു മെസ്സേജാണ്. എന്താണ് രാജ്യത്തോട് BJP നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എങ്ങനെയാണ് ഇവർ ഭീഷണിയാകുന്നത്? രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെ എങ്ങനെയാണ് ഇവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അത്തരം കാര്യങ്ങളെ തുറന്നു കാട്ടുന്ന ഒരു രാഷ്ട്രീയമാണ് കോൺഗ്രസിൻ്റേതുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരിക്കലും ഇതിനെ കുറച്ച് കാട്ടുന്നില്ല. ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം തന്നെ നമുക്കറിയാം. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം നിരവധി വർഷക്കാലം ഇന്ത്യയിൽ ഒറ്റപ്പെട്ടിരുന്നൊരു രാഷ്ട്രീയമായിരുന്നു BJPയുടെ രാഷ്ട്രീയം. ഇപ്പോൾ 1984 വേണമെങ്കിൽ ഇന്ദിരാതരംഗം എന്നൊക്കെ പറയാമെങ്കിലും അടൽ ബിഹാരി വാജ്പേയിയെ പോലൊരു നേതാവ് അന്ന് ഗ്വാളിയോറിൽ പരാജയപ്പെട്ടതാണ്. BJPയുടെ അക്കാലത്തെ ഏറ്റവും പോപ്പുലർ ലീഡറായിരുന്ന വാജ്പേയി അന്ന് മാധവരാജ് സിന്ധ്യയോട് പരാജയപ്പെട്ടു. പക്ഷേ 2 സീറ്റിൽ നിന്നാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ, അതിനകത്ത് CPM ഉൾപ്പെടെ പങ്കുണ്ട്, അന്ധമായ കോൺഗ്രസ് വിരോധത്തിൻ്റെ പേരിൽ ദേശീയ മുന്നണി രൂപീകരിക്കപ്പെട്ടു. VP സിംഗിനെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി അടൽ ബിഹാരി വാജ്പേയിയും ലാൽകൃഷ്ണ അദ്വാനിക്കും ഒപ്പം നിന്നത് ഹർകിഷൻ സിംഗ് സുർജിത്തും അതോടൊപ്പം തന്നെ EMS നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ്. ഞാൻ ഓർക്കുന്നത് ഇപ്പോൾ അയോധ്യ പ്രശ്നം ഇവിടെ കത്തി നിൽക്കുന്നുണ്ട്. അയോധ്യ പ്രശ്നത്തിൽ അത് രാമജന്മഭൂമി പ്രശ്നം വന്ന് ഏറ്റവും കൂടുതൽ കത്തി നിന്ന സമയത്ത് അയോധ്യയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചത് മിത്രാസൻ യാദവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു മിത്രാസൻ യാദവ്. ആ മിത്രാസൻ യാദവിനെ പിന്തുണയ്ക്കാൻ വേണ്ടി അന്ന് ഈ അയോധ്യ ഉൾപ്പെടുന്ന പ്രദേശത്ത് BJP സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിനയ് ഖത്രിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജയിച്ചത് മിത്രാസൻ യാദവ് ആണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് BJPയുടെ വളർച്ചയിൽ ഇത്തരം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുൾപ്പെടെ പങ്കുണ്ട്. ആ അന്ധമായ കോൺഗ്രസ് വിരോധത്തിൻ്റെ പേരിൽ കേവലം 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന BJPക്ക് 85 സീറ്റ് കൊടുക്കുകയും പിന്നീട് ഇങ്ങോട്ട് അവരുടെ ക്രമാനുഗതമായ പുരോഗതിയിൽ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ഇത്തരം നിരവധി കാര്യങ്ങളുടെ പങ്ക് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞങ്ങളിതിനെ ചെറുതായി കാണുന്നില്ല. ഞങ്ങളിവരെ രാഷ്ട്രീയമായി ചെറുക്കുന്നു. ഇവരുടെ ആശയപരമായി ഞങ്ങളിവരെ ചെറുക്കുന്നു. ഇപ്പം നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം, ഇപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, BJP സംസ്ഥാന പ്രസിഡന്റിനൊപ്പമാണ് അദ്ദേഹം റോഡ് ഷോ നടത്തുന്നത്. അപ്പം എന്താ, അതൊരു പൊളിറ്റിക്കൽ മെസ്സേജാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തന്നെയാണ് വന്നത്, മറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം തൃശ്ശൂരിൽ വന്നപ്പോൾ പ്രഖ്യാപിച്ചു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കള്ളക്കടത്തിന്, ആരുടെ ഓഫീസാണ് സ്വർണ്ണക്കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നത്? ഇവിടെ കേരളത്തിൽ ആരോപണമെന്ന് അതിന് മുഖ്യമന്ത്രി ചോദ്യം ചെയ്യാൻ പോലും വിളിച്ചു. അപ്പോൾ നമുക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്ന്, നരേന്ദ്രമോദിയുടെ ടാർഗറ്റ് കഴിഞ്ഞ തവണ കോൺഗ്രസ് പാർട്ടിക്കും ഐക്യജനാധിപത്യ മുന്നണിക്കും 19 സീറ്റ് കൊടുത്ത കേരളത്തിൽ കോൺഗ്രസിൻ്റെ സീറ്റുകളെ കുറയ്ക്കുക, അല്ലാതെ BJP സീറ്റ് കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറത്ത് കോൺഗ്രസ് സീറ്റുകളെ കുറയ്ക്കുക എന്ന ലക്ഷ്യം അതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ CPMന് സീറ്റ് കൂടിക്കോട്ടെ എന്നുള്ള ഒരു സൗമനസ്യം അദ്ദേഹത്തിനുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡയലോഗ്, ഞങ്ങളും CPMും തമ്മിൽ ശത്രുതയുണ്ട് എന്ന് പുറമേ കാണിക്കുന്നതിനപ്പുറത്ത് CPMന് അലോസരം ഉണ്ടാക്കുന്ന ഒന്നും അവർ ചെയ്യാറില്ല. അപ്പം ഞങ്ങൾ ഈ രാഷ്ട്രീയത്തെ, ഈ തന്ത്രങ്ങളെയും കുതന്ത്രങ്ങളെയും ബാക്ക്ഡോർ ഓപ്പറേഷൻസിനെയും ഒന്നും കോൺഗ്രസ് കുറച്ച് കാണുന്നില്ല.
ഞങ്ങൾ ഈ ജനാധിപത്യ പോരാട്ടത്തിൽ ആശയപരമായി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും ഹിന്ദു മതത്തെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയെ ഉപയോഗിച്ച് അതുവഴി വർഗീയ വിഭജനത്തിൽ ശ്രമിക്കുന്ന രാഷ്ട്രീയത്തെയും പരാജയപ്പെടുത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒട്ടും കുറച്ച് കാണുന്നില്ല. ശരി, ഓരോ ഇഞ്ചും പോരാടാനാണ് ആഗ്രഹിക്കുന്നത്. ശരി, ഞാൻ അങ്ങനെ ശ്രീ ജെയ്സി തോമസ്, ഇവിടെ സന്ദീപ് വാര്യരുടെ ആരോപണങ്ങൾ മറുപടി പറഞ്ഞോളൂ, ഒപ്പം ലിജു പറഞ്ഞതിന് പറഞ്ഞോളൂ. അതോടൊപ്പം തന്നെ ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങോട്ടേക്ക് വരുന്നത് ആന്ധ്രയിലെ ലേപാക്ഷി വീരഭദ്ര ക്ഷേത്രത്തിൽ നിന്നാണ്. രാമനാണ് അവിടെ പ്രതിഷ്ഠ, അതും പ്രത്യേകതയുള്ള രാമനാണ്. അതാ ഇവിടെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം, അതിനുശേഷം തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് പോകുന്നു, അവിടെയും രാമനാണ് പ്രതിഷ്ഠ. അയോധ്യ രാമക്ഷേത്രം 22-ാം തീയതി അവിടുത്തെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ്, അതിനെക്കുറിച്ചുള്ള വിവാദങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ രാമക്ഷേത്രം മുൻനിർത്തിയാണ് അവരുടെ പ്രചരണം എന്ന കാര്യം വ്യക്തമാണ്. അപ്പം രാജ്യമൊട്ടാകെ ആ ക്ഷേത്ര സന്ദർശനം രാമൻ എന്നുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്ന ഒരു മൊമെൻറ്റം ഇങ്ങനെ നിലനിർത്തുകയാണ്. ഇപ്പോൾ KS ചിത്ര ഇപ്പോൾ അവരുടെ പാട്ട് മാത്രം നോക്കിയാൽ മതി, അതിനോടാണ് വ്യക്തിപരമായി ഞാൻ യോജിക്കുന്നത്. ഇപ്പോൾ KS ചിത്ര പറയുകയാണ് അയോധ്യയിലേക്ക് അതിന് ആശംസകൾ അറിയിക്കുകയാണ്. ദിലീപിനും കാവ്യമാധവൻ അക്ഷതം കൊടുക്കുന്നു, നാടൊട്ടുക്ക് അക്ഷതങ്ങൾ വിതരണം ചെയ്യുന്നു, അത് പലരും ഫേസ്ബുക്കിലിടുന്നു. അങ്ങനെ ഒരു മൊമെൻറ്റത്തിലേക്ക് എത്തിക്കുന്നതിൽ BJP വിജയിക്കുന്നില്ല എന്ന് ജയിക്കിന് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ സംഘപരിവാർ രാഷ്ട്രീയം ഇന്ത്യയിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ അങ്ങ് സൂചിപ്പിച്ച ഉദാഹരണങ്ങൾ, അത് ആന്ധ്രയിലാവട്ടെ, തൃശ്ശൂരാവട്ടെ, UP-യിലാവട്ടെ, വാരണസിയിലാവട്ടെ, ഇവിടെയുമാകട്ടെ, മതാത്മക രാഷ്ട്രീയത്തിൻ്റെ സംഘപരിവാർ പരീക്ഷണങ്ങളുടെ തുടർച്ചയാണ്. അതിൽ നിന്ന് മുക്തമല്ല ഇപ്പോഴത്തെ സന്ദർശനവും മറ്റ് സമീപനങ്ങളും ഒക്കെ. അത് കൂടുതൽ ശക്തിയോടുകൂടെ തുടരും. അതുകൊണ്ടാണല്ലോ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടാത്ത ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാപന ചടങ്ങ് മത്സരാടിസ്ഥാനത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഓടിക്കൊണ്ട് നടത്തുന്നതിന്റെ പ്രത്യേകതയും അതിന്റെ യാഥാർത്ഥ്യവും നമുക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ഇരിക്കട്ടെ, പക്ഷെ അതിലേക്ക് വരുന്നതിന് മുമ്പ് ആദരണീയനായ BJP-യുടെ പ്രതിനിധി അദ്ദേഹം ഇന്ത്യൻ ഇടതുപക്ഷത്തെ, സവിശേഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ CPM-നെ അപഹസിക്കുവാൻ അദ്ദേഹം കണ്ടെത്തിയൊരു മാർഗം, ഞങ്ങൾ കാത്തിരുന്നു, ജനാധിപത്യത്തിന്റെ വസന്തോത്സവം എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് ഓറിയന്റഡ് മാത്രമായിരുന്നില്ല ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം, ഞങ്ങൾ അല്ലാത്ത നിലയിൽ വലിയ പ്രവർത്തനം നടത്തി കാത്തിരുന്നതിന്റെ ഫലമാണ് ഇന്ത്യയിൽ BJP-ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം. ഇരിക്കട്ടെ, ബാബറി മസ്ജിദ് ധ്വംസനവും, ഇപ്പൊ കോൺഗ്രസ് പ്രതിനിധിയുടെ പ്രതികരണം വന്നല്ലോ, ബാബറി മസ്ജിദ് ധ്വംസനവും അതിന്റെ മുമ്പിൽ നിശബ്ദനായി നിർനിമേഷനായി ബാബറിയുടെ മിനാരങ്ങൾ തകർത്തെറിയപ്പെടവേ 17 ഭാഷ സംസാരിക്കാൻ അറിയാവുന്ന കോൺഗ്രസിന്റെ നേതാവ് എന്തെടുക്കുകയായിരുന്നു എന്ന് ചോദിച്ച വിസ്തൃതനായ ഒരു മാധ്യമ പ്രവർത്തകരുണ്ട്. കോൺഗ്രസ് പ്രതിനിധി സൗകര്യം കിട്ടപ്പോൾ ആ ചരിത്ര പുസ്തകം ഒന്ന് വായിച്ചാൽ മതി. അതിൽ കോൺഗ്രസ്സുകാരനായിരുന്ന നമ്മുടെ പ്രധാനമന്ത്രി അന്ന് പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? ഞാൻ എൻ്റെ പൂജാമുറിയിൽ മൗനവ്രതത്തിലായിരുന്നു. ഏത് RSSന്റെ പ്രചാരകർ ദേശമെമ്പാടും ആയുധങ്ങൾ സമാഹരിച്ച് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ മഹാമിനാരങ്ങൾ ശിരസുയർത്തിയ ബാബറി തകർത്തുകൊണ്ടിരുന്നപ്പോ 17 ഭാഷയറിയാവുന്ന ബഹുഭാഷാ പണ്ഡിതന്റെ മറുപടിയാ ഞാൻ മൗനവ്രതത്തിലായിരുന്നു, പൂജാമുറിയിലായിരുന്നു. കോൺഗ്രസ് നൽകിയ മൗനാനുവാദത്തിന്റെ വിലയാണ് ഇന്ന് ഇന്ത്യ RSSന്റെ കയ്യിലിരിക്കുന്നത്. അതാണ് നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിന്റെ മറ്റ് ചരിത്രയുക്തിയിലേക്ക് പോകുന്നില്ല. ഇപ്പൊ BJP പ്രതിനിധി എന്നിട്ട് പറയുന്നത് എന്താണ്? CPM എവിടെയും ഇല്ല, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുന്നിടത്തൊക്കെയും ഞങ്ങൾ പോവാറുള്ളൂ, ഞങ്ങൾ എത്തി നോക്കാറുള്ളൂ എന്നുള്ളതാണ്. എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. കാരണം അങ്ങയുടെ സഹയാത്രികനും അങ്ങയുടെ സഹപ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള ഈ യൂണിയൻ മന്ത്രിസഭയിലെ നമ്മുടെ ഒരു സഹമന്ത്രി ഉണ്ടല്ലോ, കേരളത്തിന്റെ വികസന വകുപ്പ് മന്ത്രി, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇതേ ചാനലിലെ മാധ്യമ പ്രവർത്തകൻ അനുവദിച്ച ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, കോൺഗ്രസും BJP-യും ഒക്കെ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ജനങ്ങളുടെ അടുക്കലേക്ക് ഓടിച്ചെന്ന് ബാഗ് ചെയ്യാൻ കഴിയുന്ന വോട്ടുകളൊക്കെ കീശയിലാക്കി പോരുന്ന ആളുകളാണ്. അതുപോലെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതുപോലെയല്ല CPIM. അവർ തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് ശേഷിയും അനുസരിച്ച് ആനുപാതികമായ നിലയിൽ അവർ എല്ലായിടത്തും പ്രവർത്തിക്കും. ഒരു ബൂത്ത് പ്രദേശത്ത്, വാർഡ് പ്രദേശത്ത് ജനങ്ങളുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളും ഇടപെട്ടുകൊണ്ടായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. വടക്കേ മലബാറിൽ നിങ്ങളുടെ നേതാവായ നമ്മുടെ യൂണിയൻ മന്ത്രിസഭയുടെ സഹമന്ത്രി പറയുന്നുണ്ട്, ഒരു മരണ വീട്ടിൽ, ഒരു കല്യാണ വീട്ടിൽ, ജീവിതത്തിന്റെ മറ്റു പ്രയാസങ്ങളിൽ ആദ്യം ഓടിച്ചില്ലുക CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരിക്കും. എന്റെ അഭിപ്രായമല്ല കേട്ടോ, അങ്ങയുടെ നേതാവായ നമ്മുടെ കേരളത്തിന്റെ വികസന മുടക്ക് വകുപ്പിന്റെ മന്ത്രി അദ്ദേഹം പറഞ്ഞതാണ്. അപ്പൊ സമയം കിട്ടുമ്പോൾ അതൊക്കെ കൂടെ എടുത്ത് പരിശോധിച്ചാൽ മതി. CPM-ന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് BJP നേതാവിന്റെ അഭിപ്രായം എന്നത് അങ്ങേക്ക് മനസ്സിലാകും. പിന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യയെ ഭരിക്കാം എന്ന് ദിവാസ്വപ്നം കണ്ട് ചെങ്കോട്ടയിൽ ചെങ്കൊടി ഉയർത്താമെന്ന് കണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയൊന്നുമല്ല. അങ്ങേക്ക് മനസ്സിലാകുക, കേരളത്തെ വിടാം, കേരളം ഞങ്ങൾക്കൊരു സ്വാധീന കേന്ദ്രമാണല്ലോ. പക്ഷെ അങ്ങെന്താണ് വിശേഷിപ്പിച്ചത്? ബ്രിഗേഡ് മൈതാനത്ത് 5000 പേരോ? ബ്രിഗേഡ് മൈതാനത്ത് 5000 പേരെയായിട്ട് പോയാൽ ഒരു മൂലയിൽ ഒരു ചിത്രത്തിൽ പോലും ഇടം പിടിക്കാൻ കഴിയില്ല. അങ്ങേക്ക് ബോധപൂർവം അറിയാത്തതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണപ്പെട്ട മൈതാനങ്ങളിൽ ഒന്നാണ് ബ്രിഗേഡ് മൈതാനം.
അവിടെ 5000 പേരുമായി പോയിരുന്നാൽ RSSന്റെ ഒരു ശാഖ കൂടുന്നത് പോലെ ആയിരിക്കും, അത്ര വലിപ്പമേ ഉണ്ടായിരിക്കുള്ളൂ. ലക്ഷക്കണക്കിന് ആളുകൾ വന്നാൽ മാത്രം നിറയ്ക്കാൻ കഴിയുന്നതാണ് ബ്രിഗേഡ് മൈതാനം. അതിപ്പോഴും പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷത്തിന് DYFI കൊണ്ടുവന്നത് ലോകമെമ്പാടും മാധ്യമങ്ങൾ കണ്ടു. തലയിൽ ആൾതാമസമില്ലാത്ത ചെലവന്മാരൊഴികെ ലോകമെമ്പാടുമുള്ള ആളുകൾ കണ്ടു. 5000 അല്ല 5 ലക്ഷത്തിന് മേൽ ആളുകൾ പങ്കെടുത്തു എന്ന് തലയിൽ ആൾതാമസമുള്ള മുഴുവൻ ആളുകളും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങ് മനസ്സിലാക്ക്, ജമ്മു ആൻഡ് കാശ്മീരിൽ ഞങ്ങൾക്കൊരു ഒറ്റ MLA ഉണ്ടായിരുന്നുള്ളൂ. പേര് മുഹമ്മദ് യൂസഫ് തരിഗാമി എന്നുള്ളതാണ്. ആസിഫ എന്ന് പറയുന്ന പെൺകുട്ടിയെ ദേവാലയത്തിനുള്ളിൽ വെച്ച് പീഡിപ്പിച്ച് കൊന്നുകളയാൻ ശ്രമിച്ചതിന്റെ അനുഭവം കാശ്മീരിന്റെ നിയമസഭയിൽ ആദ്യം ലോകത്തോട് വിളിച്ചു പറയാൻ തയ്യാറായത് CPIMന്റെ പാർട്ടി അംഗമായ മുഹമ്മദ് യൂസഫ് തരിഗാമിയാണ്. അങ്ങ് സൗകര്യം കിട്ടപ്പോൾ ഓർമ്മിച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് മൃഗീയാധിപത്യമുള്ള, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കാൻ അപൂർവം സീറ്റുകളുള്ള യുപിയിൽ സമീപത്ത് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം നടന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും ചർച്ച ചെയ്തിട്ടില്ല. 7 ജില്ലകളിൽ സമ്പൂർണ്ണമായി വൈദ്യുതി വിതരണം സ്വകാര്യ മുതലാളിമാർക്ക് ഏൽപ്പിച്ചു. 100 കണക്കിന് കർഷകർ ആത്മഹത്യ ചെയ്തു. അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവിടെ സമരം നടന്നത്. ആ സമരത്തിന്റെ നേതൃപദവി അലങ്കരിച്ച ആളുടെ പേര് മുകുത് സിംഗ് എന്നാണ്. അവിടുത്തെ കിസാൻ സഭയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. പഞ്ചായത്ത് അംഗം പോലും അല്ല കേട്ടോ. പക്ഷേ എന്താണ്, നിങ്ങൾ 7 ജില്ലകളിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം സ്വകാര്യ മുതലാളിമാർക്ക് വിട്ടുകൊടുത്തപ്പോൾ കർഷകർ ആത്മഹത്യ ചെയ്തപ്പോൾ ആ സമരം ഉയർത്തിക്കൊണ്ട് ഇപ്പോ ഏറ്റെടുത്ത് സമരം വിജയിപ്പിച്ച യുപിയിലെ ഞങ്ങളുടെ നേതാവിന്റെ പേരാ പറഞ്ഞത്. തമിഴ്നാട്ടിൽ, അതേപോലെ രാജസ്ഥാനിൽ നിങ്ങൾ കണ്ടില്ലേ? രാജസ്ഥാനിൽ കോൺഗ്രസ് ഗവൺമെന്റിന്റെ സമയത്ത് ഏറ്റവും അതിശക്തമായ കർഷക സമരം ഉയർത്തിയ പ്രസ്ഥാനം ഏതാണ്? കോൺഗ്രസ് ആണോ? അല്ലല്ലോ, ഇടതുപക്ഷമായിരുന്നില്ലേ? അമ്രാറാം രാജസ്ഥാനിൽ അങ്ങോളം ഇങ്ങോളമുള്ള കർഷകർക്ക് സുപരിചിതനായ നേതാവാണ്. നിയമസഭയിലും പാർലമെന്റിലും ഒന്നും അംഗമല്ല, പക്ഷെ അവിടുത്തെ സാധാരണക്കാർക്ക് അദ്ദേഹത്തെ അറിയാം. അങ്ങ് സമീപത്ത് തമിഴ്നാട്ടിൽ കണ്ടില്ലേ? സാധാരണക്കാർക്ക്, നിസ്വരായ മനുഷ്യന്മാർക്ക് നടക്കാൻ അവകാശമില്ലാത്ത സ്ഥലം, അങ്ങോട്ടേക്ക് CPIMന്റെ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇപ്പോഴും വഴി നടക്കാൻ സമരം നടക്കുന്നത്. നമുക്കേറെ അകലെയല്ല നീലഗിരിയിൽ 600 കുടുംബങ്ങൾക്കാണ് സമീപത്ത് ഭൂമി കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമരത്തിന് CPI മുമ്പിൽ നിന്നത്. മഹാരാഷ്ട്രയിൽ പട്ടികവർഗ വിഭാഗത്തിൽ ഞങ്ങൾക്കൊരു ഒറ്റ MLA ഉള്ളത്, വിനോദ് നിക്കോളെ. ഇത് ഹിന്ദു എന്ന് വാർത്ത എഴുതി മാരിയറ്റിലും അതേപോലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും BJPയും കോൺഗ്രസും MLA-മാരെ വിലക്കെടുത്ത് താമസിച്ചപ്പോ സൈക്കിളിൽ നടന്ന് തന്റെ ജീവിത പങ്കാളിയെ അങ്കനവാടിയിൽ കൊണ്ട് ഇറക്കിയിട്ട് നാസിക്കിലെ കൃഷി ഓഫീസിന്റെ ഉപരോധത്തിന് പോകുന്ന 600 കോടി രൂപയാണ് അമിത്ഷാ അന്നൊരു MLA-ക്ക് വില കിട്ടത്. 600 കോടിക്ക് രോമത്തിൽ തൊടാൻ കഴിയില്ല എന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് ഇത് ഇന്ന് വാർത്ത എഴുതിയത്. MLA-യുടെ പേര് ഏതാണെന്നറിയുമോ? വിനോദ് നിക്കോളെ. പാർട്ടി ഏതാണെന്നറിയുമോ? CPIM. ഞാൻ ഈ ഉദാഹരണം ഇങ്ങനെ എല്ലാ സംസ്ഥാനത്തും ഉണ്ട്. ഞങ്ങൾ ആരും പഞ്ചായത്ത് മെമ്പറോ പാർലമെന്റോ ലക്ഷ്യം കണ്ട് മുമ്പോട്ടേക്ക് വന്നവരല്ല. ശരി ജയിക്ക്, എനിക്ക് ഇടവേളയിലേക്ക് പോകണം. എനിക്ക് ഇടവേളയിലേക്ക് പോകണം. കാര്യം നമ്മുടെ ആദ്യ കുറേ സമയം റോഡ് ഷോയിൽ അങ്ങനെ പോയിരുന്നു. ഞാൻ സന്ധ്യവാരിലേക്കും എംലി ജൂവിലേക്കുമാണ് ഇടവേളയ്ക്ക് ശേഷം. സന്ധ്യവാരം ജയിക്കിന്റെ വിമർശനങ്ങൾ മറുപടി പറഞ്ഞോളൂ, എംലി ജൂവിന്റെയും. അതോടൊപ്പം ഇപ്പം നിങ്ങൾ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിലേക്ക് വളരെ കാര്യക്ഷമമായി പരിശ്രമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അവിടെ ക്രിസ്മസ് വിരുന്ന് സഭകളിലേക്ക് എത്തൽദാ മെനിഞ്ഞാത്ത് നേരത്തെ ജയിക്ക് ചൂണ്ടിക്കാട്ടി ദീപിക ദിനപത്രത്തിൽ ഫാദർ ജേക്ക് ജി പാലക്കാപ്പള്ളി എന്ന് പറയുന്നത് KCBC ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയാണ്, ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഔദ്യോഗിക വക്താവാണ്. അദ്ദേഹം എഴുതുന്ന ലേഖനത്തിൽ പറയുന്ന ഒരു പാരഗ്രാഫ് ഇങ്ങനെയാണ്: ഒരു വശത്ത് അന്യമതസ്ഥരുമായി സൗഹൃദത്തിലെത്താൻ ശ്രമം നടത്തുന്നതായി കാണുമ്പോഴും മറുവശത്ത് ശത്രുതാപരമായ നീക്കങ്ങൾ അഭംഗുരം തുടരുന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. RSS പ്രസിദ്ധീകരണമായ ഓർഗനൈസറിൽ സമീപനാളുകളിൽ പോലും കടുത്ത ക്രൈസ്തവ വിദ്വേഷം ഉൾക്കൊള്ളുന്ന ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. പ്രധാനമന്ത്രി ക്രിസ്മസ് വിരുന്ന് ഒരുക്കുമ്പോൾ ഓർഗനൈസറിൽ ക്രിസ്മസ് അവഹേളിക്കപ്പെടുകയാണ്. കേരളത്തിൽ നിന്നുള്ള RSS പ്രസിദ്ധീകരണമായ കേസരി ആഴ്ച പതിപ്പിന്റെ ഉള്ളടക്കം വ്യത്യസ്തമല്ല. ഈ വൈരുദ്ധ്യങ്ങളൊന്നും തിരിച്ചറിയാൻ കഴിയാത്തവരാണ് ഈ നാട്ടിലെ ജനം എന്നാരും കരുതേണ്ടതില്ല. ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി എഴുതുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഔട്ട്റീച്ച് നടത്തുമ്പോഴും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതല്ലേ ഈ ദീപിക ദിനപത്രത്തിന്റെ മിഡിൽ പേജിൽ വരുന്ന ഈ മുഴുകോളം ലേഖനം? സന്ദീപ്, ഞാൻ അതിലേക്കൊക്കെ വരാം. അതിന് മുമ്പ് ശ്രീ ജയിക്കും അതുപോലെ തന്നെ ശ്രീ ലിജുവും ഒക്കെ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഇവിടെ ജയിക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ന്യായീകരണം ചമയ്ക്കുന്നത്, ഞങ്ങൾ പൊതുവെ അധികാരത്തിലെത്താൻ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല, അതായത് CPM അധികാരത്തിലെത്താൻ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല, ഞങ്ങൾ മറ്റ് സമരങ്ങളിലൂടെയൊക്കെ മുന്നേറുന്നവരാണ്. ഞങ്ങൾക്ക് മഹാരാഷ്ട്രയിൽ ഒരു MLA ഉണ്ട്, അയാൾ സമരം നടത്തുന്നു, രാജസ്ഥാനിൽ ഞങ്ങൾ സമരം നടത്തുന്നില്ലേ, അങ്ങനെ പല സ്ഥലങ്ങളിലെയും കാര്യങ്ങൾ അദ്ദേഹം ഉദാഹരിച്ചു. ജയിക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യം ഒരു പാർലമെന്ററി ഡെമോക്രസിയാണ് എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് ജനങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിനനുസരിച്ച് ഏതെങ്കിലും ജീവിതത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ജനാധിപത്യ ക്രമത്തിൽ പങ്കാളിയാവുകയും തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും അധികാരത്തിലെത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മാറ്റം ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരാൻ സാധിക്കൂ. അത് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും. ഇനി CPM-ന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിലാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. നിങ്ങൾക്ക് സായുധ വിപ്ലവം നയിക്കാം, നിങ്ങൾക്ക് വാരിക്കുന്തവും തോക്കുമെടുത്ത് ഇന്ത്യൻ ആർമിക്കെതിരെ പോരാടാം എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അത് നിങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ള ആളുകൾ ഇപ്പോൾ പല സ്ഥലങ്ങളും നിർവഹിക്കുന്നുമുണ്ട്. അപ്പോൾ അത്തരം 2 ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലുണ്ട്. ഇതിൽ നിങ്ങളിപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ജനാധിപത്യ ക്രമത്തിൽ പങ്കാളിയാവുക എന്നുള്ളതാണ്.
നേരത്തെ നമ്മുടെ കൊൽക്കത്ത തീസീസിന്റെ ഒക്കെ ഭാഗമായിട്ട് നിങ്ങൾ പല ശ്രമങ്ങളും നടത്തി പരാജയപ്പെട്ടതാണ്. നക്സൽ ബാരി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമുക്കറിയാം. അതല്ലെങ്കിൽ തെലങ്കാനയിൽ നിങ്ങളുടെ കൊൽക്കത്ത തീസീസ് ഏറ്റെടുത്ത് അത് വിശ്വസിച്ചുകൊണ്ട് സമരം ചെയ്തിട്ടുള്ള BT രണദവിക്കെതിരെ നിങ്ങൾ എടുത്തിട്ടുള്ള നടപടിയും അത്തരം കാര്യങ്ങളൊക്കെ മുൻപ് ഒരുപാട് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്. ഞാൻ അതിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ CPM ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പ്രത്യയശാസ്ത്രം അനുസരിച്ച് നിങ്ങൾക്ക് ഈ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം. ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല, അവിടെ നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല, നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പോയിന്റായിട്ട് ചൂണ്ടിക്കാണിച്ചത്. ഒരു കാലത്ത് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ഒരു MLA യുടെ കാര്യം പറഞ്ഞു. ജയ്ക്ക് കുറച്ചു കാലം പുറകിലോട്ട് സഞ്ചരിക്കുക. നിങ്ങൾ മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ശക്തിയായിരുന്നു ഒരു കാലത്ത്, മുംബൈ അടക്കമുള്ള പ്രദേശങ്ങളിൽ. അന്ന് ശിവസേന രൂപീകരിക്കപ്പെട്ട് ബാൽ ഠാക്കറെയുടെ നേതൃത്വത്തിൽ ശിവസേനയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആക്രമണങ്ങളെ തുടർന്നിട്ടാണ് നിങ്ങളെ ശക്തി അവിടെ ക്ഷയിച്ചു പോയത്. ശിവസേനയും നിങ്ങളും തമ്മിൽ അവിടെ നിരന്തരമായ സംഘർഷങ്ങളായിരുന്നു. നിങ്ങളുടെ ട്രേഡ് യൂണിയനേക്കാൾ ശിവസേനയുടെ ട്രേഡ് യൂണിയൻ അവിടെ വലുതായി വന്നു. അങ്ങനെയാണ് നിങ്ങൾ അവിടെ അസ്തമിച്ചു പോയത്. നിങ്ങൾ വലിയ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് ആയിരുന്നു മഹാരാഷ്ട്രയിൽ. പഞ്ചാബിൽ നിങ്ങളൊരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഫോഴ്സ് ആയിരുന്നു. ബീഹാറിൽ പ്രതിപക്ഷത്തിന്റെ സ്ഥാനം വരെ നിങ്ങൾക്ക് വന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും നിങ്ങളൊരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഫോഴ്സ് ആയിരുന്നു ഒരു കാലഘട്ടത്തിലെങ്കിൽ ഇന്ന് നിങ്ങൾ അത് പുറകോട്ട് പോയി അവസാനം ഇപ്പൊ ഞങ്ങളിതാ കേരളം മാത്രം. കേരളത്തിനപ്പുറം ഇപ്പൊ നിങ്ങൾക്ക് പറയാനൊന്നുമില്ല. ഇപ്പൊ ഏതെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഏകാംഗ നാടകങ്ങളെ പോലെ നടക്കുന്ന ചില സമരങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ അവിടെയൊക്കെ ഉണ്ട്, ഞങ്ങൾ ഇലക്ഷനിൽ ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നിങ്ങനെ ആശ്വസിക്കുന്നത് കൊള്ളാം. പക്ഷേ വാസ്തവത്തിൽ CPM ആഗ്രഹിച്ചത് നേരത്തെ ജയ്ക്ക് പറഞ്ഞ വാചകത്തിലുണ്ട്, ചെങ്കോട്ട പിടിക്കുക, ചെങ്കോട്ടയിൽ ചെങ്കൊടി പാറിക്കും എന്ന് മുദ്രാവാക്യം വിളിച്ചത് ഞങ്ങളല്ല, നിങ്ങളായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അത് നിങ്ങൾക്ക് കഴിയാതെ പോയിരിക്കുന്നു. നിങ്ങളുടെ രാഷ്ട്രീയത്തെ ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുന്നില്ല, നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതിന് പന്ന്യൻ രവീന്ദ്രൻ തന്നെ ഒരു കാലത്ത് പറഞ്ഞു എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കാര്യത്തിൽ ചില വിശദീകരണം നടത്തിയിട്ടുണ്ടല്ലോ. പന്ന്യൻ പറഞ്ഞിരുന്നു ഇന്ത്യൻ സാഹചര്യങ്ങളോട് യോജിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല, ഭാരതീയമായിട്ടുള്ള മൂല്യങ്ങളെ ഉൾക്കൊള്ളാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് സാധിക്കാതെ വന്നതുകൊണ്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ നിങ്ങളെ വിശ്വസിക്കാതെ പോയത് എന്ന് പറഞ്ഞത് പന്ന്യൻ രവീന്ദ്രനായിരുന്നു. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ജയിക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ അപ്പുറത്തും പ്രവർത്തിക്കണം. ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കേരളത്തിലും ലക്ഷദ്വീപിലും ഒക്കെ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ഇന്ത്യയുടെ ഓരോ ഇഞ്ചിലും ഓരോ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങൾ എവിടെയും വിടാതെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ജനങ്ങൾ ഞങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ അംഗീകരിക്കുമെന്ന പരിപൂർണമായ ബോധ്യമുണ്ട്. ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെ ജനങ്ങൾ തീർച്ചയായിട്ടും അംഗീകരിക്കുമെന്നുള്ള ഉത്തമമായ ബോധ്യം ഞങ്ങൾക്ക് എന്നോ ഉണ്ട്. നോക്കൂ, ഞങ്ങൾ അങ്ങനെ കരുതിയിരുന്നില്ല എന്ന് വിചാരിക്കുക. ഞങ്ങളും നിങ്ങളെപ്പോലെ അലസന്മാരായിരുന്നു എന്ന് കരുതുക. ഞങ്ങളും നിങ്ങളെപ്പോലെ ഇതെല്ലാം കോൺഗ്രസ് ചെയ്തോട്ടെ എന്ന് കരുതി കോൺഗ്രസിന് വിട്ടുകൊടുത്തിരുന്നു എന്ന് കരുതുക. ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്ത്യ ഇപ്പോഴും കോൺഗ്രസ് എന്ന് പറയുന്ന ഏകകക്ഷി ഭരണത്തിൽ തന്നെ തുടരുമായിരുന്നു. ഞങ്ങളുടെ നേതാക്കന്മാർ കഷ്ടപ്പെട്ടതുകൊണ്ടും ഞങ്ങളുടെ പൂർവികർ കഷ്ടപ്പെട്ടതുകൊണ്ടും ഞങ്ങളുടെ പൂർവികർ ജയിൽവാസം അനുഷ്ഠിച്ചതുകൊണ്ടും ഞങ്ങളുടെ പൂർവികർ മാധ്യമങ്ങൾ അടക്കമുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിലിൽ പോയതുകൊണ്ടും ബലിദാനികളായതുകൊണ്ടുമാണ് ഇന്ന് ഇന്ത്യയിൽ BJP പോലെ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സിന്റെ ഉദയമുണ്ടായത്. അത് ദീർഘകാലത്തെ കഷ്ടപ്പാടാണ്, വലിയ കഷ്ടപ്പാടുണ്ട്. നിങ്ങൾ നരേന്ദ്രമോദി ഇന്ന് പുഷ്പവൃഷ്ടി ഏറ്റുവാങ്ങി 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഇടയിലൂടെ കടന്നു വരുന്ന ഒരു മോദിയെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അതിനു മുമ്പൊരു നരേന്ദ്രമോദി ഉണ്ടായിരുന്നു. BJPയുടെ സംഘടനാ സെക്രട്ടറി ആയ ഒരു മോദി ഉണ്ടായിരുന്നു. കേരളത്തിൽ നാളെ ഗുരുവായൂരിൽ മോദി SPG സുരക്ഷയോടുകൂടി 10,000-കണക്കിന് മനുഷ്യരുടെ സാന്നിധ്യത്തിൽ പോകുമ്പോൾ അതിനു മുമ്പ് ഗുരുവായൂരിൽ തന്നെ ചായക്കടയുടെ ബെഞ്ചിൽ വന്നിരുന്ന് ചായ കുടിച്ചു പോയിരുന്ന ഒരു നരേന്ദ്രമോദി ഉണ്ടായിരുന്നു. ആ നരേന്ദ്രമോദി നിങ്ങൾക്കറിയില്ല. ആ മനുഷ്യനടക്കമുള്ള നിരവധിയായിട്ടുള്ള നേതാക്കന്മാരുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് ദീർഘകാലമുള്ള ഒരു ആയുസ് മുഴുവൻ കൊടുത്തിട്ടുള്ള, ഒരായുസ്സല്ല, നിരവധി മനുഷ്യരുടെ ദീർഘമായിട്ടുള്ള ജീവിതം കൊടുത്തതിന്റെ ഫലമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ജയപ്രകാശ് നാരായണൻ അടിയന്തരാവസ്ഥക്കാലത്ത് RSSന്റെ ഒരു ബൈഠക്കിൽ വന്ന ഒരു കാര്യം സർസംഘചാലക് പറഞ്ഞിട്ടുണ്ട്. ആ ബൈഠക്കിൽ വന്നിരുന്ന് ജയപ്രകാശ് നാരായണൻ ഓരോ സംഘകാര്യകർത്താക്കളോടും എത്ര കാലമായി പ്രവർത്തിക്കുന്നു വെച്ചപ്പോൾ ചില ആളുകൾ പറഞ്ഞത് ഞങ്ങൾ 30 വർഷമായി 40 വർഷമായി ഒരേ ചുമതലയിലാണ്, 40 വർഷമോ 50 വർഷമോമായി ഒരേ ചുമതലയിൽ ഒരേ കാര്യത്തിന് വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക എന്ന് കേട്ടപ്പോൾ ജയപ്രകാശ് നാരായണൻ അത്ഭുതം കൂറിപ്പോയി എന്നാണ് പറയുന്നത്. അതുപോലെയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഫലമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങൾ ആ മറ്റ് സംസ്ഥാനങ്ങളിലെ അര സമരത്തിന്റെയും ഒരു സമരത്തിന്റെയും കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയിൽ 1 ലക്ഷം ഏകൽ വിദ്യാലയങ്ങൾ ഇന്ത്യയിലെ ട്രൈബൽ മേഖലകളിൽ നടത്തുന്ന സംഘടനയുടെ പേരാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം, RSS. മനസ്സിലാക്കണം, 1 ലക്ഷം സ്കൂളുകൾ, 1 ലക്ഷം ഏകൽ വിദ്യാലയങ്ങൾ. എവിടെ? ട്രൈബൽ മേഖലകളിൽ. ഞങ്ങൾ ആശുപത്രികൾ നടക്കുന്നുണ്ട്, കേരളത്തിലെ ട്രൈബൽ മേഖലയിലടക്കം. നിങ്ങൾ പെരിന്തൽമണ്ണയിൽ EMS ആശുപത്രി, ഞങ്ങൾ അട്ടപ്പാടിയിലും വയനാട്ടിലും നടത്തുന്നുണ്ട്. അതാണ് മാറ്റമെന്ന് പറയുന്നത്. എന്തുകൊണ്ട് നിരന്തരം കേരളത്തിലേക്ക് ഒരു നരേന്ദ്രമോദി ഒരിക്കലെങ്കിലും മണിപ്പൂരിലേക്ക് പോകുന്നില്ല, തല്ലും തലോടിലും ഒരുമിച്ച് പോകില്ല എന്ന ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളിയുടെ ഒക്കെ അതിൽ പ്രതികരിക്കേണ്ടതില്ല എന്നാണ് തീരുമാനമെങ്കിലും ഓക്കെ
ലിജു മറുപടി. എനിക്ക് രണ്ട് തലത്തിൽ മറുപടി പറയേണ്ടതുണ്ട് ശ്രീ ഹാഷ്മി. ഒന്ന്, ശ്രീ സന്ദീപ് വാര്യർക്ക് ഉള്ള എൻ്റെ നിലപാടുകൾ പറയാനുള്ള ഒരു കാര്യമാണ്. ഒന്ന്, അദ്ദേഹം മുന്നോട്ട് വെക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ BJPയുടെ വളർച്ച എന്നത് അവരുടെ സംഘപരിവാരത്തിൻ്റെ അനവധി വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ റിസൾട്ടാണ് സംഘപരിവാർ നേടിയെടുത്ത വിജയം, അല്ലെങ്കിൽ BJP നേടിയെടുത്ത വിജയം എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ നടത്തിയ കഠിനാധ്വാനത്തിനപ്പുറത്ത് നിങ്ങളുടെ ഡിവൈസീവ് ടാക്ടിക്സാണ് വിജയം കണ്ടത്. 84 തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് മാത്രം ഉണ്ടായിരുന്നു. നിങ്ങൾ 89 രാമജന്മഭൂമി പ്രശ്നത്തെ ഉപയോഗപ്പെടുത്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വന്നു. പിന്നീട് ഇങ്ങോട്ട് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. RSSൻ്റെ വോളണ്ടിയർമാർ രാജ്യത്താകമാനം വർഗീയ വിഭജനത്തിന് വേണ്ടി കടുത്ത ശ്രമം നടത്തിയിട്ടുണ്ട്, സേവന പ്രവർത്തനങ്ങൾ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്കെതിരെ ഉപയോഗിച്ച വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ വേര് പിടിച്ചത്, അല്ലെങ്കിൽ BJPക്ക് വേര് പിടിക്കാൻ സഹായകമായത് എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. അതിൻ്റെ CPM ഉൾപ്പെടെയുള്ള കക്ഷികൾ വഹിച്ച പങ്കിനെക്കുറിച്ച് ഞാൻ നേരത്തെ സംസാരിച്ചു. ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും ആവർത്തിക്കുകയാണ്. രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ ഈ CPM പ്രതികളുടെ ഒരു പ്രശ്നമുണ്ട് ഹാഷ്മി. അതായത് വെറുതെ ഇവർ കാര്യങ്ങൾ ഈ നുണകളും അല്ലെങ്കിൽ ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കും. ഇപ്പം നരസിംഹറാവുവിൻ്റെ നരസിംഹറാവു പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയാണെന്ന അഭിപ്രായക്കാരനൊന്നുമല്ല ഞാൻ. പക്ഷേ ബാബറി മസ്ജിദിലെ തകർച്ചയിലേക്ക് വഴിതെളിച്ച സാഹചര്യം ഹാഷ്മിക്കുൾപ്പെടെ ചരിത്രം പഠിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. സുപ്രീം കോടതി കൃത്യമായി മോണിറ്റർ ചെയ്തൊരു കേസായിരുന്നു ബാബറി മസ്ജിദിന്റെ കേസ്. 92 ഡിസംബർ മാസം. ഞാനൊന്ന് പറയട്ടെ, ചരിത്രത്തിലേക്ക് പോയാൽ രാജീവ് ഗാന്ധി ഉണ്ട്, 89 ഉണ്ട്, 92 ഉണ്ട്. അത് വേറെ ഞാൻ സംസാരിക്കാൻ ആഷ്മി ഒരു 3 മിനിറ്റ് തന്നാൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. അല്ല ആഷ്മി, ഞാൻ പറയുന്നത് പൂർത്തിയാക്കാൻ നിങ്ങൾ അനുവദിക്കൂ. 92 ഡിസംബർ മാസം 6-ാം തീയതി ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് മുൻപ് 92 ഡിസംബർ 1-ാം തീയതി സുപ്രീം കോടതി ബാബറി മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട കേസ് പരിശോധിച്ചതാണ്. ഒരു സ്റ്റേറ്റിൻ്റെ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന UP മുഖ്യമന്ത്രി കല്യാൺ സിംഗ് അവിടെ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ്, സുപ്രീം കോടതിക്ക് മുമ്പാകെ കൊടുത്തൊരു അഫിഡവിറ്റ് പരിപൂർണമായ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതായിരുന്നു. സ്വാഭാവികമായും കേന്ദ്രത്തിന് നേരിട്ട് ബാബറി മസ്ജിദിന് മേൽ സൈന്യത്തെ അടിച്ചേൽപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല, കാരണം ക്രമസമാധാന ചുമതല എന്നൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷേ ആ ഒരു ഉറപ്പിനെ തകർത്തുകൊണ്ടാണ് ഡിസംബർ 6-ാം തീയതി കർസേവ നടന്നത്. അന്നേ ദിവസം തന്നെ UP ഗവൺമെൻറ്റിനെ അന്നത്തെ നരസിംഹറാവു കോൺഗ്രസ് ഗവൺമെൻറ് പിരിച്ചുവിട്ടു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഹിമാചൽ പ്രദേശിലെയും രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും BJP ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു. സുപ്രീം കോടതി അതുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ ഗവൺമെൻറ് എടുത്ത നടപടിയെ പിന്തുണച്ചു. ഇവിടെ ഇപ്പോൾ ഈ റാവു മൗനവ്രതത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞതൊക്കെ പിൽക്കാലത്ത് വന്ന റൂമറുകൾക്കപ്പുറത്ത് ഇദ്ദേഹം പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു. ആരോടാണ് റാവു അത്തരമൊരു മറുപടി കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റാവുവിൻ്റെ ആത്മകഥ ഉൾപ്പെടെയുണ്ട്, അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സിൻ്റെ പുസ്തകങ്ങളുണ്ട്. ശ്രീ മാധവറാവ് സിന്ധ്യ അടുത്ത ദിവസം നടന്ന ക്യാബിനറ്റ് മീറ്റിംഗിൽ മാധവറാവ് സിന്ധ്യ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്നറിയാമോ, വെറുതെ ഹാഷ്മി ഒരു മിനിറ്റ്, എന്താ ഞാൻ പറയുന്നതെന്നറിയാമോ? ഈ പ്രാസം ഒപ്പിച്ച് നുണകൾ പറയുക, എന്നിട്ട് എന്നോട് അദ്ദേഹം പറയാം ആ പുസ്തകം വായിക്കണം. ഏത് പുസ്തകമാണ്? അദ്ദേഹത്തിന് ആ പുസ്തകത്തിന്റെ പേര് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ നല്ലതായിരുന്നു. നരസിംഹറാവു അത്തരമൊരു പരാമർശം നടത്തിയ പുസ്തകം ഏതാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. ഞാൻ നരസിംഹറാവുവിൻ്റെ ആത്മകഥ വായിച്ചിട്ടുണ്ട്, നരസിംഹറാവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ വായിച്ചിട്ടുണ്ട്, ബാബറി മസ്ജിദ് കേസിന്റെ ജഡ്ജ്മെന്റ് ചരിത്രത്തെക്കുറിച്ച് ചരിത്ര വിദ്യാർത്ഥിയാണ്. ആങ്കർക്കറിയാം. നിങ്ങൾ പറ, കുൽദീപ് നയ്യാരെ നിങ്ങൾ ആരാണ്? കുൽദീപ് നയ്യാർ നിങ്ങൾ എന്താ ഈ പറയുന്നത്? അല്ല ഞാൻ പറയട്ടെ, ഞാൻ പറയുന്ന നിങ്ങൾക്ക് കുൽദീപ് നയ്യാറിന്റെ ചരിത്രം എന്തറിയാം? കുൽദീപ് നയ്യാർ കോൺഗ്രസ് അനുകൂലമായ ഒരു പത്രപ്രവർത്തകനായിരുന്നു. നിങ്ങൾ പറയുന്ന റൂമറുകൾ, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സമൂഹത്തോടാണ്. അപ്പൊ സംസാരിക്കുമ്പോൾ പേര് കോട്ടയാണ്. അങ്ങനെയല്ലല്ലോ. നിങ്ങൾ നരസിംഹറാവു പറഞ്ഞു എന്ന് പറയും. അല്ല, വെറുതെ ഈ ആദ്യം പറയാതെ നരസിംഹറാവു പറഞ്ഞു എന്ന് പറയുമ്പോൾ നരസിംഹറാവുവിൻ്റെ ആത്മകഥ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെ പ്രസ്താവന ഉൾപ്പെടെ പറയാതെ ആത്യന്തികമായി എന്നും കോൺഗ്രസ് വിമർശകനായിരുന്ന ഒരു പത്രപ്രവർത്തകൻ്റെ ഒരു കോട്ടിങ് എടുത്തിട്ട് അത് നിങ്ങൾ നുണ പ്രചരിപ്പിച്ചാൽ അത് വസ്തുതയാകുമോ? അതൊരു ആരോപണം മാത്രം. വസ്തുതയും ആരോപണവും രണ്ടാണ്. അതുകൊണ്ടാണ് ചരിത്ര വസ്തുതകളെ കൃത്യമായി പറയണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ചരിത്രത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആരോപണങ്ങളും നിങ്ങളുടെ റൂമറുകളും കോൺഗ്രസിനെ മേൽ അടിച്ചേൽപ്പിക്കേണ്ട. ബാബറി മസ്ജിദ് തകർന്നത് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും അഭിശപ്തമായ ഒരു മുഹൂർത്തമാണ്. ശരി കാലത്തെ വർത്തമാനത്തിൽ അടിച്ചേൽപ്പിച്ച സംസാരിക്കേണ്ട. ഇന്ത്യയിലെ BJPയുടെ വളർച്ചയിൽ ഏറ്റവും വലിയ കുറ്റവാളികൾ നിങ്ങളുടെ ഇടതുപക്ഷമാണ്. ഒരു സംശയം വേണ്ട. ഓക്കെ ജയിക്ക്, നമുക്ക്
ചർച്ച തുടങ്ങാൻ വളരെ വൈകി. അതുകൊണ്ട് ചുരുങ്ങിയ വാക്കുകൾ മറുപടി പറയണം. സന്ദീപിലേക്കും ചെറിയൊരു കാശ്മീർ ഒരു ഒന്ന് minute. പോകേണ്ടി വരും. അല്ല ഞാൻ ജയിക്കിലേക്ക് പോയിട്ട് ജയിക്ക്. ഇല്ല, ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയും സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയും രണ്ടുപേരോടും കാതലുള്ള ഇവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനാനന്തരമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ചു. അതിലൊന്നും ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. അതൊക്കെ പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രി മുമ്പ് കർഷകനായിരുന്നപ്പോൾ വന്നുപോയി RSS സേവനം നടത്തുന്നു, ആശുപത്രി പണിയുന്നതൊക്കെ ഉള്ളതാണ്. ഞാൻ പറയട്ടെ, സംഘപരിവാർ രാഷ്ട്രീയ പ്രതിനിധി, ഇന്നയോളം ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനമാണ് സംഘപരിവാരം. നിങ്ങൾ എന്ത് പുണ്യപ്രവർത്തി ചെയ്താലും നിങ്ങൾ കൊന്നുകളഞ്ഞ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യരുടെ രക്തവും പാപവും നിങ്ങളുടെ കയ്യിലുണ്ട്. വൈകിയെങ്കിലും ഇന്ത്യൻ ജനാധിപത്യം അത് തിരിച്ചറിയും. നിങ്ങളെയും ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ വലിച്ചെറിയുകയും ചെയ്യും. ഒരു സംശയവും വേണ്ടതില്ല. പിന്നെ കോൺഗ്രസ് പ്രതിനിധി, ഞാൻ ചരിത്രത്തെ കോട്ട് ചെയ്തത് CPM-ന്റെ നേതാക്കന്മാരെ കുറിച്ചല്ല, ലോകമാദരിക്കുന്ന മാധ്യമ പ്രവർത്തകനായ കുൽദീപ് നയ്യാറിന്റെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹ റാവുമായിട്ടുള്ള സംഭാഷണങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പൊ പറയുന്നത് കോൺഗ്രസ് മാധ്യമ അതുകൊണ്ട് മിണ്ടാൻ പാടില്ല എന്നൊക്കെയുള്ളതാണ്. അല്ലാതെ ശരി സന്ദീപ് 30 സെക്കൻഡ്. ശരി നമ്മുടെ ചർച്ച കഴിഞ്ഞു. ഇവിടെ ഡിവൈസീവ് പൊളിറ്റിക്സ് കളിച്ചത് ആരാണ്? കോൺഗ്രസ് അല്ല. BJP ഡിവൈസീവ് പൊളിറ്റിക്സ് കളിച്ച് മാത്രം അധികാരത്തിൽ വന്ന പാർട്ടി എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, 85-ഉം 89-ലും ഒക്കെ രാമരാജ്യം വാഗ്ദാനം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയ കോൺഗ്രസ്, സിഖ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ കോൺഗ്രസ്, ആ കോൺഗ്രസ് അല്ലേ ഈ രാജ്യത്ത് ഡിവൈസീവ് പൊളിറ്റിക്സിന് തുടക്കം കുറിച്ചുള്ളത്? ഈ രാജ്യത്തിന് വിഭജനം പോലും കോൺഗ്രസിന്റെ ഡിവൈസീവ് പൊളിറ്റിക്സിന്റെ ഭാഗമല്ലേ? ഗംഗയിൽ ഒഴുകി യമുനയിൽ ഒഴുകി അതിനുശേഷം കുട്ടക്കൊലയൊക്കെ ഉണ്ടായി. അതുകൊണ്ട് ആരും കുട്ടക്കൊലയിൽ ശരി നമ്മൾ ചർച്ച പൂർണ്ണമാക്കി. എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. എന്തായാലും അത്യാവശ്യ സമയത്ത് മതിയായ രീതിയിൽ 3 പേര് സംസാരിക്കുന്നുണ്ട് എന്റെ അറിവ്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും സംസ്ഥാനത്തേക്ക് വരാൻ പോകുന്നു. ഉറപ്പായും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമൊക്കെ അതിലുണ്ട്. ഇനി എന്ത് അല്ലാന്ന് പറഞ്ഞ ഇലക്ഷൻ രാഷ്ട്രീയം അതിലുണ്ട്. കാത്തിരുന്ന് കാണാം ഇതിന്റെ ഫലം. നമുക്ക് വീണ്ടും ഇരിക്കേണ്ടി വരും. എന്തായാലും എൻകൗണ്ടർ പൂർണ്ണമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.